Hello everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് 1 ആണ്. ഫോർത്ത് സെമ്മിൻ്റെ ഓപ്പറേഷൻ തിയറി പാരാമെഡിക്കൽ വ്യൂ ഓഫ് കോഴ്സിൻ്റെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 50 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസറും എക്സ്പ്ലനേഷനും ഞാൻ പറയാം. പ്ലസ് ഒരു ലാസ്റ്റിൽ ഒരു 10 എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇടും. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മളെ യൂണിറ്റിലുള്ള ടെക്സ്റ്റ് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് എഴുതാൻ നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട്. The first question: biomedical waste is defined as waste generated during diagnosis, treatment or immunization. ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിൽ പേഷ്യൻറ്റിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്, പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്, പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻസും വാക്സിനേഷൻ കൊടുക്കാറുണ്ട്, ബ്ലഡ് എടുക്കാറുണ്ട്, യൂറിൻ എടുക്കാറുണ്ട്. ഇങ്ങനെ പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഫ്ലൂയിഡ്സ് പലതും നമ്മൾ ഫ്ലൂയിഡ്സും ടിഷ്യൂസും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കാറുണ്ട്. പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമ്മൾ പല മെറ്റീരിയൽസും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആൻസർ എ ആണ് ട്രൂ. ഇൻഫെക്ഷസ് വേസ്റ്റ് മെയിൻലി ഇൻക്ലൂഡ്സ് മെറ്റീരിയൽസ് കണ്ടാമിനേറ്റ് ബ്ലഡ് ആൻഡ് ബോഡി. ഇൻഫെക്ഷൻ എന്താണ്? അതിനകത്ത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അസുഖം ഉണ്ടാകുന്ന അണുക്കൾ ഉണ്ടാകാനുള്ള ഒരു വേസ്റ്റാണ്. സാധാരണ അത് വരുന്ന പേഷ്യൻ്റെ ശരീരത്തിനുള്ള നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴോ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനകത്ത് ഇത് വന്നിട്ട് ഇൻഫെക്റ്റഡ് ആവും. അപ്പം അത് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമാണ് സാധാരണ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ് ട്രൂ. ഹസാർഡസ് വേസ്റ്റ്, ഹസാർഡ് വെച്ചാൽ നമുക്ക് അപകടമായ വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഫെക്ഷൻസും ഹസാർഡിലും വ്യത്യാസം എന്താണ്? ഇൻഫെക്ഷൻസ് അതിനകത്ത് യൂഷ്വലി ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അതുപോലത്തെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഏജൻസ് ഉണ്ടാകും. ഹസാർഡസ് യൂഷ്വലി കെമിക്കൽസ് ആണ്. അപ്പം നോൺ ബയോളജിക്കലാണ് ഹസാർഡസ് എന്ന് പറയുന്നത്. ആൻസർ നമ്മൾ യൂസ് ചെയ്യുന്ന പല കെമിക്കൽസ് യൂസ് ചെയ്യുന്ന ലാബിൽ, ഫാർമസിയിൽ, അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആൻസർ എ ആണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ട്രൂ ആണ്. റേഡിയോ ആക്റ്റീവ് മീൻസ് നമ്മൾ റേഡിയേഷൻ ഉണ്ടാക്കുന്ന ചില മെറ്റീരിയൽസ് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നു. ലൈക്ക് ഇപ്പം റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഡയഗ്നോസിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സിനകത്തൊക്കെ റേഡിയേഷൻസ് ഉണ്ടാവും. അതേസമയത്ത് പല മെറ്റീരിയൽസ് പേഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്, അതിനകത്തും റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസും അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരാം. ഓക്കെ, യൂഷ്വലി ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അത് വരുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് എ. ഷാർപ്പ് എന്ന് പറയുമ്പോൾ നല്ല മൂർച്ചയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നീഡിൽസ് ആവാം, പിന്നെ ഗ്ലാസിൻ്റെ മെറ്റീരിയൽസ് ആവാം, സിറിഞ്ചിൻ്റെ അറ്റത്ത് നീഡിലുണ്ടെങ്കിൽ അതാവാം, സ്കാൽപ്പൽ അല്ലെങ്കിൽ ബ്ലേഡ്, സർജൻ യൂസ് ചെയ്യുന്ന ബ്ലേഡ് എല്ലാം ഷാർപ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ പുറത്ത് കൊള്ളാൻ സാധ്യതയുണ്ട്, ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. റൈറ്റ്. പെത്തോളജിക്കൽ വേസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. പെത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ ശരീരത്തിൽ എടുക്കുന്ന ഫ്ലൂയിഡ്സോ ബോഡി പാർട്സോ അല്ലെങ്കിൽ ടിഷ്യൂസോ ഇതെല്ലാം പെത്തോളജിക്കൽ വേസ്റ്റിൽ വരും. അതിനകത്ത് അണുക്കളുണ്ടാവും, അതിൽ നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ആൻസർ എ ആണ്. ജനറൽ വേസ്റ്റ് എന്ന് പറയുമ്പം പേപ്പർ, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളാണ് ജനറൽ വേസ്റ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ഹോസ്പിറ്റലിലെ മേജർ വേസ്റ്റും ജനറൽ വേസ്റ്റ് ആയിട്ട് വരും. ആൻസർ ആണ്. അത് അപകടമുള്ളതല്ല ജനറൽ വേസ്റ്റ്. ഒക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8: സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ് ഷുഡ് ബി ഡൺ അറ്റ് സോഴ്സ്. സെഗ്രിഗേഷൻ വെച്ച് എന്താണ്? നമ്മൾ വേസ്റ്റിനെ പല സെപ്പറേഷൻ ചെയ്യും, അതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്ലഡ് പറ്റിയ ബോട്ടൽ ഗ്ലൗസ് ഒക്കെ ഒരു ടൈപ്പ് ആയിരിക്കും, പ്ലാസ്റ്റിക് ട്യൂബ്സ് ഒക്കെ വേറെ ടൈപ്പ് ആയിരിക്കും, എക്സ്പയർഡ് മെഡിസിൻസ് വേറെ ടൈപ്പ് ആയിരിക്കും, പേപ്പർ വേറെ ടൈപ്പ് ആയിരിക്കും, ഫുഡ് വേസ്റ്റ് വേറെ, അങ്ങനെ പല പല ടൈപ്പായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അതിനെ. അപ്പോൾ അത് ആരാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? ഈ വേസ്റ്റ് എവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ആരാണ് വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അയാൾ തന്നെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ
വേസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് വേസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടാൽ മാത്രമേ അതിനെ നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാവൂ. അതിനാണ് സെഗ്രിഗേഷൻ അറ്റ് വേസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ചെയ്യാന് യെല്ലോ ബാഗ് ഇസ് യൂസ്ഡ് ഫോർ ഇൻഫെക്ഷൻ. അപ്പം നമ്മൾ ഈ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടി പല ബാഗ് പല കളേഴ്സ് യൂസ് ചെയ്യും. യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, അങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ യെല്ലോ ബാഗിൽ സാധാരണ നമ്മൾ ഇടുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കോട്ടൺ, ഗോസ്, അങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമ്മൾ യെല്ലോ ബാഗിൽ, ഇതിനാണ് കളർ കോഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻസർ ചെയ്യാണ് റെഡ് ബാഗ് യൂസ്ഡ് ഫോർ കണ്ടാമിനേറ്റഡ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സ്. റെഡ് ബാഗിൽ നമ്മൾ ട്യൂബ്സും പൈപ്സും IV സേഫ്റ്റി പോലുള്ള സാധനങ്ങളാണ് നമ്മൾ റെഡിലിടുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂഷ്വലി റബ്ബറും പ്ലാസ്റ്റിക്സും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീസൈക്കിൾ ചെയ്യാം. അപ്പോൾ റീസൈക്കിൾ ചെയ്യുമ്പം നമ്മൾ അതിനാദ്യം ട്രീറ്റ് ചെയ്ത് അതിനകത്തുള്ള അണുക്കളെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ട് അതിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത്? അതിനെ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ മൈക്രോവേവ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക്സിനെല്ലാം ആദ്യം അതിൻ്റെ ഇൻഫെക്ഷൻ എല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് പിന്നെ നമുക്കതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെ നമ്മൾ ഇടുന്ന ബാഗ് എന്ന് റെഡ് ബാഗാണ്. ഓക്കെ, പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ് യൂസ് ഓഫ് ഷാർപ്സ് ആൻഡ് ഗ്ലാസ് വെയർ. ഷാർപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽസ് ആയിരിക്കും, ബ്ലേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്ലാസസ്, പൊട്ടി ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും സാധാരണ ബാഗിനകത്ത് ഇടാതെ നമ്മൾ ഒരു കട്ടിയുള്ള ബോട്ടിൽ, അതിനെ പഞ്ചർ പ്രൂഫ് എന്ന് പറയുന്നത് കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലോ ഇങ്ങനത്തെ ബോട്ടിലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് അത് അവരുടെ പുറത്തോട്ട് കൊള്ളത്തില്ല. അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും പഞ്ചർ പ്രൂഫ് കണ്ടെയ്നറിനാണ് ഇടുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് എ. ബ്ലൂ ബാഗ് ഈസ് യൂസ് ഫോർ ജനറൽ വേസ്റ്റ്. ജനറൽ വേസ്റ്റ് എന്ന പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെയാണ് ജനറൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബ്ലൂ ബാഗിലാണ് ഇടുന്നത്. അത് മുനിസിപ്പാലിറ്റി കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിസ്പോസ് മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓട്ടോക്ലേവിംഗ് യൂസസ് സ്റ്റീം അണ്ടർ പ്രഷർ ഫോർ സ്റ്റൈൽ. ഓട്ടോക്ലേവിംഗ് ബേസിക്കലി ഹൈ പ്രഷർ സ്റ്റീമാണ്, ഏകദേശം ഒരു 120 ഡിഗ്രി ടെമ്പറേച്ചർ വരെ പോകുന്നത്. അപ്പോൾ അത് കാരണം അതിനകത്തുള്ള ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സ്റ്റെറിലൈസ് ആവും. സ്റ്റെറിലൈസ് മീൻസ് ഒരു ഓർഗാനിസത്തിൻ്റെ വെജിറ്റേറ്റീവ് ഫോമും സ്പോർ ഫോമും കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആവും. അപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആവുന്നതിനാണ് 100% ക്ലീൻ ആവുന്നതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് സ്പോറും രണ്ടും നശിച്ചു പോകും. ഓട്ടോക്ലേവിംഗ് ആൻസർ എ ആണ് ട്രൂ. ഇൻസിനറേഷൻ ഡിസ്ട്രോയ്സ് വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇൻസിനറേഷൻ ബേസിക്കലി നമ്മൾ കത്തിച്ച് കളയുന്നു. ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് അതിനെ നശിപ്പിക്കുന്നതിനാണ് ഇൻസിനറേഷൻ പറയുന്നത്. നമ്മൾ ആൻസർ എ ആണ്, ട്രൂ ആണ്. സാധാരണ നമ്മൾ പെത്തോളജിക്കൽ വേസ്റ്റ്, ബോഡി പാർട്സും ടിഷ്യൂസും എല്ലാ സാധനങ്ങൾ ഇൻസിനറേറ്റ് ചെയ്ത് കളയും. ഓക്കെ, മൈക്രോവേവ് ട്രീറ്റ്മെൻറ്റ് യൂസസ് മോയിസ്റ്റ് ഹീറ്റ് ഫോർ ഡിസിൻഫെക്ഷൻ. മൈക്രോവേവിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം അല്ലെങ്കിൽ സ്റ്റീം യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ആ ഹീറ്റ് എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ്, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുള്ളതാണ് മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആൻസർ എ ആണ്. വേസ്റ്റ് മിനിമൈസേഷൻ റെഡ്യൂസസ് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ജനറേറ്റഡ്. അപ്പോൾ വേസ്റ്റ് മിനിമൈസേഷൻ മീൻസ് എത്രയും കുറച്ച് വേസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. പിന്നെ ആക്ച്വലി ടോട്ടൽ പുറത്ത് വരുന്ന വേസ്റ്റിൻ്റെ അളവ് കുറവായിരിക്കും. ആൻസർ എ ആണ്. മിക്സിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്രീസ് ട്രീറ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടി. വേസ്റ്റ് ഇപ്പോൾ മിക്സ് ചെയ്യാൻ പാടില്ല. വേസ്റ്റ് തുടക്കത്തിൽ തന്നെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ജനറേറ്റ് ചെയ്യുന്ന ആൾ തന്നെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്താൽ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് കളർ കോഡ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോയി അതിനെ വേർതിരിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും, അത് റിസ്ക് ആണ്. അതുകൊണ്ട് എപ്പോഴും മിക്സിംഗ് അവോയ്ഡ് ചെയ്യണം. ആൻസർ ആണ്. പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഫോക്കസ് ഓൺ പ്രിവെൻഷൻ ഓഫ് റിസ്ക്. ഓക്കെ, നമ്മൾ റിസ്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഈ പ്രിക്കോഷൻ എന്ന് പറയുന്ന വേസ്റ്റ് സെഗ്രിഗേഷനും പ്രോപ്പർ ഡിസ്പോസലും ഒക്കെയാണ് പ്രിക്കോഷൻ. അപ്പോൾ റിസ്ക് കുറയും. ആൻസർ എ ആണ്. പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ മീൻസ് ട്രീറ്റിംഗ് വേസ്റ്റ് നിയർ ഇറ്റ്സ് സോഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ജനറേറ്റ് എവിടെയാണ് ആകുമ്പോൾ അവിടെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിനെ ഒരുപാട് ദൂരെ കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് റിസ്ക്കും അതിൻ്റെ കോസ്റ്റും എല്ലാം വരും. കഴിവതും എവിടെയാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്
റിസ്ക് കുറയ്ക്കാൻ. ആൻസർ എ ആണ്. സൈറ്റോടോക്സിക് വേസ്റ്റ് ഈസ് മ്യൂട്ടോജനിക് ആൻഡ് ഡേഞ്ചറസ്. സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ പല കെമിക്കൽസും ഉണ്ട്. പല കെമിക്കൽസ് നമ്മൾ കീമോതെറാപ്പി ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്പയർഡ് മെഡിസിൻസ് ഒക്കെ അത് നമ്മൾ എൻവയോൺമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും. കാരണം അതുവഴി മറ്റ് മനുഷ്യരുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മ്യൂട്ടാജനിക് ആണ്. മ്യൂട്ടാജനിക് മീൻസ് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മ്യൂട്ടേഷൻ മീൻസ് അതിൻ്റെ DNA ലെവലിൽ തന്നെ പെട്ടെന്നൊരു മാറ്റം വരാനും അത് ക്യാൻസറിലേക്കും അല്ലെങ്കിൽ പല വൈകല്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മ്യൂട്ടാജനിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ മെഡിസിൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. ആൻസർ എ. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കിൽസ് പത്തജൻസ്. ആക്ച്വലി പത്തജൻസ് മീൻസ് അസുഖം ഉണ്ടാക്കുന്ന അണുക്കളെയാണ് പത്തജൻസ് എന്ന് പറയുന്നത്. ക്യാൻ ബി ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആകും. അപ്പം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. ഹൈ പ്രഷർ സ്റ്റീം യൂസ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. നെഗറ്റീവ് പ്രഷർ റൂംസ് പ്രിവെൻറ്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. പേഷ്യൻ്റ് കിടക്കുന്ന റൂമിന് 2 ടൈപ്പ് റൂംസ് ഉണ്ട്. പോസിറ്റീവ് പ്രഷറും നെഗറ്റീവ് പ്രഷറും ഉണ്ട്. നെഗറ്റീവ് പ്രഷർ റൂം എന്ന് പറയുമ്പോൾ റൂമിനകത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പം നമ്മൾ റൂമിനകത്ത് കയറുമ്പോൾ ഡോർ തുറക്കുമ്പോൾ പുറത്തുള്ള എയർ അകത്തേക്ക് പോവുള്ളൂ, അകത്തുള്ള എയർ പുറത്തേക്ക് പോവില്ല. അപ്പം പേഷ്യൻറ്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ എയറിൽ കൂടെ ഡോർ വഴി പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ അതിനെ പറയുന്നത് നെഗറ്റീവ് പ്രഷർ റൂം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു TB ഉള്ള പേഷ്യൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം പകരാനുള്ള അണുക്കളുള്ള അയാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ റൂമിൽ കയറി ചെല്ലുമ്പോൾ എയർ വഴി പുറത്തേക്ക് പോകാതെ പുറത്തുള്ള എയർ അകത്ത് വരുമ്പോൾ ആ ഇൻഫെക്ഷൻ അവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻസർ എ ആണ്, ട്രൂ ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് കൻ സ്പ്രെഡ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു അസുഖമില്ലാത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് ബയോമെഡിക്കൽ വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ പോകുന്ന ആൾക്കാർ അതുകൊണ്ട് ചിലപ്പോൾ കോൺടാക്റ്റിൽ വരികയാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതിന് വേറെ പേരാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. ഇംപ്രോപ്പർ ഡിസ്പോസൽ ക്യാൻ ലീഡ് ടു എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ. നാച്ചുറലി പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം, സേഫായിട്ട് ഡിസ്പോസ് ചെയ്യണം. എൻവയോൺമെൻറ്റിന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. വെള്ളമായാലും എയർ ആയാലും മണ്ണിലായാലും നമ്മുടെ വേസ്റ്റുകൾ കളയാൻ പാടില്ല. കാരണം അതുവഴി അത് സഞ്ചരിച്ച് മറ്റാൾക്കാരുടെ കുടിവെള്ളത്തിലോ അവർ ശ്വസിക്കുന്ന വായിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഈ വേസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർക്കും ഇൻഫെക്ഷൻ വരാം. മൊത്തം എക്കോസിസ്റ്റത്തിനെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻസർ ചെയ്യണം. ഷാർപ്പ് ഇഞ്ചുറീസ് ആർ കോമൺ എമോങ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഷാർപ്പ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഈ നീഡിലായാലും ബ്ലേഡായാലും അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഇഞ്ചുറീസ് ആണ്. അപ്പോൾ അത് പേഷ്യൻറ്റിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, നഴ്സസ്, ഡോക്ടേഴ്സ് എല്ലാവർക്കും ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. ഇൻവെൻട്രി കൺട്രോൾ ഹെൽപ്സ് റിഡ്യൂസ് എക്സ്പയർഡ് പ്രൊഡക്ട്സ്. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്കെടുപ്പിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. എത്ര സാധനം വാങ്ങുന്നു, എത്ര കൊടുക്കുന്നു, എത്ര അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പല മരുന്നും പല മെഡിസിൻസും പല പ്രൊഡക്ട്സും എക്സ്പയർ ആകുന്നതിന് മുമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ നിർബന്ധമായിട്ടും വേണം. ഇൻസിനറേഷൻ പ്രൊഡ്യൂസസ് ടോക്സിക് എമിഷൻസ്. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നല്ല ചൂടിൽ പല സാധനം കത്തിച്ച് കളയുമ്പം അത് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതിനകത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. വേസ്റ്റ് പ്രോപ്പറായിട്ട് കത്തിയില്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് വിഷമുള്ള ഗ്യാസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയർ പൊല്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ആൻസർ എന്താണ്? അത് ട്രൂ ആണ്. ഗ്യാസസ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാം, നൈട്രസ് ഓക്സൈഡ്സ് ഉണ്ടാവാം, സൾഫർ ഡയോക്സൈഡ്, അങ്ങനെ പലതരത്തിലെ ഗ്യാസിനകത്ത് ഉണ്ടാവും. ഓട്ടോക്ലേവിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പത്തോളജിക്കൽ വേസ്റ്റ്. പത്തോളജിക്കൽ വേസ്റ്റ് എന്ന് ബേസിക്കലി ബോഡി പാർട്സ് ആണ്, ടിഷ്യൂസ് ആണ്. അതൊക്കെ ഓട്ടോക്ലേവിംഗ് അല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്, കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ആൻസർ കറക്റ്റാണ്.
ഡീപ് ബറിയൽ യൂസ് ഫോർ ഡിസ്പോസൽ സർട്ടൻ ബയോമെഡിക്കൽ വേസ്റ്റ്. ചില വേസ്റ്റുകൾ നമ്മൾ കത്തിച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള കുഴിയെടുത്തിട്ട് മണ്ണിനടിയിൽ നമ്മൾ ബറി ചെയ്യും. ഇപ്പോൾ ബേൺ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ വയൽസ്, ഗ്ലാസ് വയൽസ് ഒക്കെ ആയി. അപ്പം അതിന് നമ്മൾ ഡീപ്പ് ബറിയലിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഡീപ്പ് ബറിയൽ മീൻസ് മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കവർ ചെയ്യുന്നതിനാണ് ഡീപ്പ് ബറിയൽ എന്ന് പറയുന്നത്. ഡ്രൈ ഡിസ്പോസൽ യൂസ് ഫോർ ലിക്വിഡേഷൻ. നമ്മൾ പല വെഹിക്കിൾസ് ഉണ്ട്. പേഷ്യൻ്റ് തന്നെ യൂസ് ലിക്വിഡ് നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ ലാബിൽ യൂസ് ചെയ്യുന്ന പല കെമിക്കൽസ് ഒക്കെ ഉണ്ടത് നമ്മൾ അതിനെ ഡ്രെയിനിലേക്ക്, നമ്മൾ വേസ്റ്റ് പോകുന്ന വെള്ളത്തിലേക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ അതിനെ നമ്മൾ ഒഴിവാക്കാം. പക്ഷേ അത് ഒഴിവാക്കുന്നുണ്ട് നമുക്ക് അഷ്യൂർ ചെയ്യണം അത് സ്റ്റെറൈലാണ്, അതിനകത്ത് ഇൻഫെക്ഷൻ ഇല്ലാന്ന് അഷ്യൂർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ. വിച്ച് വേസ്റ്റ് കാറ്റഗറി ഇൻക്ലൂഡ്സ് കീമോതെറാപ്പി ഡ്രഗ്സ്? കീമോതെറാപ്പി ഡ്രഗ്സ് എന്ന് നമ്മൾ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഇൻഫെക്ഷൻസ് അല്ല, പക്ഷേ നമ്മുടെ ബോഡിക്ക് കേടാണ്. അതുകൊണ്ട് ഹസാർഡസ് ഗ്രൂപ്പിൽ വരും. ആൻസർ ബി ആണ്. വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്. മനുഷ്യർ എൻവോൺമെൻറ്റിനെ ഇൻഫെക്ഷൻ പ്രൂഫ് ആക്കുക എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ സ്പ്രെഡ് ആക്കാതെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് വേസ്റ്റ് റിക്വയർസ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ? നാച്ചുറലി ഷാർപ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊള്ളാതിരിക്കാൻ നമ്മൾ ഈ നീഡിൽസ് ആയാലും ഗ്ലാസ് ആയാലും ബ്ലേഡ്സ് ആയാലും പൊട്ടി പുറത്ത് വരാത്ത രീതിയിലുള്ള ബോട്ടിലിനകത്തോ കണ്ടെയ്നറിനകത്തോ നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അത് ഇത് മെയിൻ റിസ്ക് ഓഫ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. ഇൻഫെക്ഷ്യസ് വേസ്റ്റ് റിസ്ക് ഇൻഫെക്ഷൻ ആണ്. അതിനകത്ത് പല അണുക്കളുണ്ടാവും, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് മറ്റൊരാൾക്ക് അസുഖം പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. What is which waste type is non-infectious but harmful? ഇൻഫെക്ഷൻ ഇല്ല പക്ഷേ ദോഷമുള്ളത് ഹസാർഡസ് വേസ്റ്റ്. നമ്മൾ അതിനകത്ത് ഇപ്പം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഹസാർഡസ് ആണ്, ഇൻഫെക്ഷ്യസ് അല്ല. ഓക്കെ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് ഇസ് ഹസാർഡസ്? സാധാരണ ഒരു 10-15% വേസ്റ്റുകളാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞുള്ള കെമിക്കൽ വേസ്റ്റുകൾ വരുന്നത്. അപ്പം 10-15% ആൻസർ. വിച്ച് മെത്തേഡ് യൂസസ് വെരി ഹൈ ടെമ്പറേച്ചർ ഫോർ വേസ്റ്റ് ഡിസ്പോസൽ? ഇൻസിൻറേഷൻ. ഭയങ്കര ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കളയുന്ന ആണ് ഇൻസിൻറേഷൻ. സാധാരണ പെത്തോളജിക്കൽ വേസ്റ്റാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അതാണ് ഇൻസിൻറേഷൻ. വാട്ട് ഇസ് ദ സേഫസ്റ്റ് വേ ടു മാനേജ് ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ തന്നെ ഇടണം. കാരണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇഞ്ചുറി വരാതിരിക്കണം. വാട്ട് ഈസ് സൈറ്റോടോക്സിക് വേസ്റ്റ് എഫക്റ്റ്? സൈറ്റോടോക്സിക് എന്ന് പറയുന്നത് സെൽസിന് കേടുവരുന്ന രീതിയിലുള്ള വേസ്റ്റുകളാണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, ചില കീമോതെറാപ്പി ഡ്രഗ്സ് ഒക്കെ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണ്, വേസ്റ്റാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? സെൽസിനകത്ത് മാറ്റം വരുത്തും, അല്ലെങ്കിൽ DNA ലെവലിൽ മാറ്റം വരുത്തും. അപ്പം സെല്ല് ചിലപ്പോൾ മ്യൂട്ടേറ്റ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് മ്യൂട്ടാജനിക് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന വേസ്റ്റ്. വിച്ച് പ്രിൻസിപ്പൽ സേസ് ഡു നോട്ട് മിക്സ് വേസ്റ്റ്? വേസ്റ്റിനെ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അതിന് പറയുന്നത് സെഗ്രിഗേഷൻ എന്നാണ്. അത് തുടക്കത്തിൽ തന്നെ സോഴ്സിൽ തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വല്ല കളർ കോഡുള്ള കണ്ടെയ്നറിൽ സെപ്പറേറ്റ് ആക്കുന്നതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് ഫ്രം ഇൻസിൻറേഷൻ? നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ പല തരത്തിലുള്ള ഗ്യാസുകളുണ്ടാവും. ഓക്കെ, അത് വിഷമുള്ള ഗ്യാസുകളാണ്. അതുകൊണ്ട് ടോക്സിക് ഗ്യാസ് എന്ന് പറയും. ഗ്യാസസ് ആണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്സ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡയോക്സൈഡ്സ്, ഫ്യൂറൻസ്, ഇതൊക്കെയാണ് സാധാരണ പുറത്തു വരുന്ന ഗ്യാസസ്. ഇതെല്ലാം ദോഷമാണ്. വിച്ച് വേസ്റ്റ് നീഡ്സ് സ്പെഷ്യൽ ലേബലിംഗ്? ചില വേസ്റ്റുകൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ പുറത്ത് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. ഓക്കെ, വിച്ച് മെത്തേഡ് ഇസ് ബെസ്റ്റ് ഫോർ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്? ഇൻഫെക്ഷനുള്ള വേസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓട്ടോക്ലേവിംഗ് ആണ്. ഓട്ടോക്ലേവിംഗ് മീൻസ് ഹൈ പ്രഷർ സ്റ്റീമിൽ
ചെയ്യുമ്പം ഇൻഫെക്ഷൻ കംപ്ലീറ്റ് നശിക്കും. ബാക്ടീരിയയും ആൻഡ് വെജിറ്റേറ്റീവ് ഫോമും സ്പോർട്സ് എല്ലാം നശിക്കും. അപ്പോൾ അത് സ്റ്റെറിലൈസ് ആവും. ആൻസർ എ. വാട്ട് ഈസ് ദ കീ സ്റ്റെപ്പ് ഇൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്? അതിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് അതിനെ വേർതിരിക്കുക എന്നുള്ളതാണ്, സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. കളർ കോഡിംഗ് അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. വാട്ട് വേസ്റ്റ് ഇസ് സേഫ് വേസ്റ്റ്? ഏറ്റവും സേഫ് ആയിട്ടല്ല, അപകടം ഇല്ലാത്തൊരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ വേസ്റ്റ്, പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, അതൊക്കെ ജനറൽ വേസ്റ്റുകളാണ്. അത് സേഫാണ്, അത് അസുഖം വരത്തില്ല, ഇൻഫെക്ഷൻ വരത്തില്ല. വിച്ച് മെത്തേഡ് റിഡ്യൂസസ് വേസ്റ്റ് വോളിയം? വോളിയം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് അതിന് ഇൻസിൻട്രേഷൻ, കത്തിക്കുമ്പം അതിൻ്റെ വേസ്റ്റിൻ്റെ അളവ് കുറയും. ഓക്കെ, ആൻസർ ബി ആണ്, ഇൻസിൻട്രേഷൻ. വാട്ട് ഈസ് മെയിൻ സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് മെയിൻ സോഴ്സ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. കാരണം അവിടെ ഇൻഫെക്ഷൻ ആൾക്കാർ വരുന്നു, അവിടെ അവർ കൈകാര്യം ചെയ്യും, പല വേസ്റ്റും കൊണ്ടുപോയിട്ടും. അതിൻ്റെ ആൻസർ ബി ആണ്. വിച്ച് വേസ്റ്റ് കോസസ് റിയലിസ്റ്റിക് ഇഞ്ചുറി? ഇഞ്ചുറി ഉണ്ടാക്കുന്ന വേസ്റ്റ് ഷാർപ്സ് ആണ്. നീഡിലായാലും ഗ്ലാസ് ആയാലും ബ്ലേഡൊക്കെ ഷാർപ്സിൽ വരും. വാട്ട് ഈസ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെറിലൈസേഷൻ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, സ്റ്റീം യൂസ് സ്റ്റെറിലൈസ് ചെയ്യുകയാണ്. ഏകദേശം 120 ഡിഗ്രീസിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ബാക്ടീരിയ, വെജിറ്റേറ്റീവ്, സ്പോർ ഫോമും കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആവും. വിച്ച് വേസ്റ്റ് കാറ്റഗറി ഇൻക്ലൂഡ്സ് ബ്ലഡ് സോക്ക് ബാൻഡേജസ്? ബ്ലഡ് സോക്ക് ബാൻഡേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫെക്ഷസ് വേസ്റ്റ് ആണ്. ഇൻഫെക്ഷസ് വേസ്റ്റ് അതിനകത്ത് മൈക്രോബ്സ് ഉണ്ടാവും, അതെല്ലാം ഇൻസ്പെക്ഷൻ പറയാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് യെല്ലോ ബിന്നിലാണ്, യെല്ലോ കവറിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ആൻസേഴ്സ് നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.